വെള്ളാപ്പള്ളി വിഷയമാണല്ലോ കത്തി നിൽക്കുന്നത്. വെള്ളാപ്പള്ളിയോട് ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം ഭീകരവാദി എന്ന് വിളിച്ചാക്ഷേപിച്ചു, ചാപ്പകുത്തി. തെറ്റാണോ? തെറ്റാണ്. ഒരു സംശയവുമില്ല. അങ്ങനെയൊന്നും ഒരു വ്യക്തി ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അയാളുടെ പൂർവ്വകാല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചാപ്പ കുത്താൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഇപ്പോഴത്തെ വിവാദം കാണുമ്പോൾ എനിക്ക് തിരിച്ച് ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഈ വിവാദം സെലക്റ്റീവ് ആണോ? അതായത് ചിലർക്കെതിരെ മാത്രമേ ഇത്തരം വിവാദങ്ങളോ ഇത്തരം വികാരങ്ങളോ പൊട്ടി പുറപ്പെടുകയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഞാൻ കാണിക്കുന്ന ഒരു ദൃശ്യം വെച്ചിട്ട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉറഞ്ഞു തുള്ളുന്ന ചിലരെങ്കിലും മറുപടി പറയണം. ചിലർക്ക് ഈ നാട്ടിൽ പറയാം, മറ്റു ചിലർക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണോ? വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെ ഓൺ ചെയ്യുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയതയെ ഒരിക്കലും അംഗീകരിക്കാനും പറ്റില്ല. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞാൽ പ്രശ്നമാണ്, മറ്റ് കോൺഗ്രസിലെ ചിലർ പറഞ്ഞാൽ പ്രശ്നമല്ലാത്ത അവസ്ഥയാകുന്നത് എങ്ങനെയാണ്? ഈ അടുത്ത ദിവസമാണ് മീഡിയ വൺ ചാനലിനകത്തെ ഒരു ചർച്ച കണ്ടത്. അതിനകത്ത് അവതാരകൻ ചോദ്യം ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള അനിൽ ബോസ് SDPI എന്നൊരു അവതാരകന് നേരെ ആവർത്തിച്ച് വിളിക്കുകയാണ്. ഏതാണ് ഈ SDPI സംഘടന? ഈ നാട്ടിൽ വർഗീയ തീവ്രവാദ സംഘടനയാണ് SDPI. അതിന്റെ പ്രവർത്തകനെന്ന് ഒരാളെ ആവർത്തിച്ച് പലകുറി വിളിക്കുകയാണ്. നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന മീഡിയ വണ്ണിന്റെ അവതാരകനെ അനിൽ ബോസ് എന്ന വ്യക്തി ആവർത്തിച്ച് ഈ പരാമർശം നടത്തുമ്പോൾ ഒരു ചോദ്യത്തിന്റെ പേരിലാണ്. ആ ചോദ്യത്തിന്റെ പേരിൽ ഈ രീതിയിൽ ചാപ്പ കുത്തിയപ്പോൾ എന്തുകൊണ്ട് വികാരം പൊട്ടിയൊലിച്ചില്ല? അവിടെയാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ സെലക്റ്റീവാണോ? അവർക്ക് അല്ല ഈ എട്ട് ഹാർഡ് കോർ കോൺഗ്രസ്സുകാരിൽ ആരും സ്ഥാനാർത്ഥിയായില്ലല്ലോ. പ്രത്യേകിച്ച് അല്ല ഇവരുടെ ഈ എട്ടംഗങ്ങളിൽ ആരും ശകലമൊക്കെ ആവേശം വേണ്ട വിഷയമല്ലേ? ശകലമൊക്കെ ആവേശം വേണ്ട വിഷയമല്ലേ അനിൽ ബോസ്? നമ്മൾ കേരളത്തിലല്ലേ ഈ വിഷയം ചർച്ച ചെയ്യും. ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ എട്ടംഗങ്ങളിൽ ആരും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാതെ സംസാരിക്കാമെന്ന് എന്താ അവതാരകനായി സംസാരിക്കുക? ആരായിട്ട് സംസാരിക്കാമെന്ന്? അല്ല എന്തായാലും ഞാൻ കേട്ടില്ല അനിൽ ബോസെ ആരായിട്ട് സംസാരിക്കണെന്നാ പറഞ്ഞേ? അല്ല പറഞ്ഞുതരാം, നിങ്ങൾ ക്ഷമയോട് നിൽക്കുക, ഞാൻ പറഞ്ഞുതരാം. അല്ല ഞാൻ ചോദിച്ചത് ഞാൻ ഏതോ സംസാരിക്കരുതെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാന്ന്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു അവതാരകനായിട്ട് സംസാരിക്കും, പകരം താങ്കൾ SDPIക്കാരനായിട്ട് സംസാരിക്കാന്നാ പറഞ്ഞത്. SDPI അത് പറഞ്ഞേ, ഞാൻ ഉറച്ചു നിൽക്കുന്നു. SDPI ഞാൻ അത് തന്നെയാ പറഞ്ഞത്.